2025 ജൂലൈ മാസത്തിൽ ജപ്പാനിലെ ഒരു മൃഗശാലയിൽ പഞ്ച് എന്നു പേരുള്ള ഒരു കുഞ്ഞു കുരങ്ങൻ ജനിക്കുന്നു. ജനനശേഷം അവനെ ഉപേക്ഷിച്ചു പോകുന്ന അവന്റെ അമ്മ. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. അവനെ ഉപദ്രവിക്കുന്ന ആ മൃഗശാലയിലെ തന്നെ മറ്റു കുരങ്ങുകൾ. ആ കാഴ്ചകൾ നമ്മെ കണ്ണുനീർ അണിയിച്ചു. പിന്നീട് അവന് പല ഉപദ്രവങ്ങളും ഏൽക്കേണ്ടി വന്നു. അങ്ങനെ മൃഗശാല അധികൃതർ അവന് ഒരു പാവയെ ഉണ്ടാക്കി കൊടുക്കുന്നു. മറ്റു കുരങ്ങുകളിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാവയെ ചേർത്ത് പിടിക്കുന്ന കുഞ്ഞു കുരങ്ങിനെ നമ്മൾ കണ്ടു. എന്തൊരു വേദനാജനകമായ കാഴ്ചയായിരുന്നു. നമ്മുടെ മക്കളും പലപ്പോഴും ഇങ്ങനെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഭംഗിയുള്ള സ്നേഹം മാതൃസ്നേഹമാണെങ്കിൽ ആ മാതാവ് ആ മക്കളെ ചേർത്ത് പിടിക്കാതെ വരുമ്പോൾ സ്നേഹം തേടി അവർ പലപ്പോഴും പലയിടങ്ങളിലേക്ക് പോകുന്നു. പിന്നീടുള്ള അനന്തരഫലം വളരെ ദുഃഖപൂർണമായതായിരിക്കും. അതിന്റെ ഉദാഹരണങ്ങൾ പലപ്പോഴും നാം കാണുന്നുമുണ്ട്. ജപ്പാനിൽ കണ്ട കുരങ്ങിന്റെ കാഴ്ചകൾ പലരെയും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളും പലപ്പോഴും ഇങ്ങനല്ലേ എന്ന് ചിന്തിക്കാൻ ഇതൊരു കാരണമാണ്. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം അകറ്റി നിർത്തുന്ന നമ്മുടെ മക്കൾ പലപ്പോഴും പലയിടങ്ങളിലേക്കും സ്നേഹം ആഗ്രഹിച്ച് പോകാറുണ്ട്. അവിടെയൊക്കെ അവരെ ചേർത്ത് പിടിക്കുന്നവരുമുണ്ട്, അകറ്റി നിർത്തുന്നവരുമുണ്ട്. ആ ചേർത്ത് പിടിക്കലുകൾ പലപ്പോഴും അവരുടെ ജീവിതത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പല അനുഭവങ്ങളും വേണ്ടിവരും. അത് നാം കാണുന്നതും. പല വീട്ടിലും മാതാപിതാക്കളുടെ വഴക്ക് കാരണമായിട്ട് വിഷമിച്ചു മാറി നിൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ ചെറുപ്പത്തിൽ അവരനുഭവിക്കുന്ന മാനസിക വൈകല്യങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്പരം കലഹിക്കാൻ പാടില്ല. വഴക്കടിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പലപ്പോഴും അതിനേക്കാൾ മേലെയായിരിക്കും നമ്മുടെ മക്കളുടെ ഭാവി എന്നുള്ളത് നമ്മൾ ഓർക്കുക. സ്നേഹം എല്ലാവരിലും ഒരുപോലെയാണ്. ഒരിക്കലും കുരങ്ങിൽ മാത്രം ചേർത്ത് നിർത്താവുന്ന ഒന്നല്ല സ്നേഹം. മാതാപിതാക്കളുടെ സ്നേഹം പരിഗണിക്കുകയാണെങ്കിൽ കുരങ്ങിലും മനുഷ്യരിലും അത് ഒരുപോലെയാണ്. നമ്മുടെ മക്കൾ ഒരു യാത്ര പോകണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അകറ്റി നിർത്തുന്ന മാതാപിതാക്കൾ, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുന്ന രക്ഷിതാക്കൾ, ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് നമ്മളെ ഉള്ളൂ. അവരുടെ ആഗ്രഹങ്ങൾ നമ്മളോടെ പറയാനുള്ളൂ. ഒരിക്കലും നമുക്കിഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും നമ്മുടെ മക്കളെ അകറ്റി നിർത്താൻ പാടില്ല. അവരുടെ ആഗ്രഹങ്ങളെ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാനും പറ്റാത്തതാണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുക. ധാർമ്മികപരമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളെ എല്ലാം തന്നെ നാം ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും നമ്മുടെ സ്നേഹത്തിന് പകരം മറ്റൊരാളുടെ സ്നേഹം ആവുകയില്ല. മാതാപിതാക്കളുടെ സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം നമ്മുടെ മക്കളും മനസ്സിലാക്കണം.